കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സച്ചി പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ലോക്കപ്പിലായിരിക്കുകയാണ്. സച്ചിനെ എങ്ങനെ രക്ഷിക്കണം എന്നറിയത്തില്ല. അത് രേവതിയും ശ്രീകാന്തും ദേവും അല്ലാതെ വല്ലാത്ത വിഷമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ ഏട്ടത്തി. മഹേഷ് ഏട്ടൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഒരു കടയിൽ അവിടെ വെച്ച് മുമ്പിൽ വെച്ചിട്ടാന്നല്ലേ ആ കവർ കൊടുത്ത് ആ ബോക്സ് കൊടുത്തേ. അപ്പൊ അത് ഏത് കാർഡാന്ന് പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയാലോ. ആ കാറിലേക്ക് ആ ബോക്സ് കൊടുത്ത് ആരാന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ. നമുക്ക് അതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാന്ന് പറയാം. ശരിയാന്ന് രേവതിക്കും തോന്നി. ഇനിയിപ്പൊ രക്ഷിക്കാനായിട്ട് അതൊക്കെയോ മാർഗങ്ങളുള്ളൂ. അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ. അങ്ങനെ അവര് നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് അവർക്ക് ഏത് കട എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ മഹേഷ് വെച്ച അടയാളങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കടയുടെ മുന്നിലേക്ക് ഇരുന്നുണ്ട്. അത് വലിയ സൂപ്പർ മാർക്കറ്റ് ഒരു കടയുണ്ടായിരുന്നു. അപ്പൊ ആ കടയുടെ മുന്നിലേക്ക് ചെല്ലുവാണ്. ആ കടയുടെ മുന്നിൽ ചെന്നപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് രേവതി അപ്പുറത്ത് CCTV ഇരിക്കുന്നതാട്ടെ. നോക്കി ശ്രീകാന്ത്, അവിടെ CCTV ഇരിക്കുന്നുണ്ടോ? ഒരു പക്ഷേങ്കില് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണെങ്കിൽ ആ ബോക്സ് കൊടുത്തിട്ടാണ് ആ CCTVക്കകത്ത് അതെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരിക്കും. ആരാ ബോക്സ് കൊടുത്തെ കാറിനകത്തേക്ക് കയറ്റി വെക്കുന്ന കാണാലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കടയിൽ കയറി ചോദിച്ചാലോ എന്ന് പറയാം. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ആ കടയിലേക്ക് കയറി ചെല്ലുമ്പോ ആ കടക്കാരൻ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം രേവതി പറഞ്ഞു, ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നതല്ല, ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചു വന്നാന്ന് പറയാം. എന്താ വേണ്ട എന്നെന്ന് അങ്ങനെയൊക്കെ അന്വേഷിച്ച് കഴിയുമ്പം തന്നെ ശ്രീകാന്ത് പറഞ്ഞു, അതെ എൻ്റെ ഏട്ടൻ ഇപ്പൊ പോലീസ് ലോക്കപ്പില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടുന്ന് ഒന്ന് രണ്ട് പേര് കുറച്ച് ബോക്സ് ഒക്കെ എൻ്റെ ഏട്ടൻ്റെ കാറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ആ ബോക്സ് ഒക്കെ ആരാ കാറ് കയറ്റി വെച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ CCTV ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷെ അതിനകത്ത് കാണായിരിക്കും. ഒന്ന് CCTV ചെക്ക് ചെയ്ത് ഒന്ന് പറയാവോ സാറിന് ചോദിക്കുകയാണ്. ഇത് കേട്ട അയാൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല, നിങ്ങൾ പാന്ന് നോക്കി, ഒന്നാമത്തെ കാര്യം നല്ല തിരക്കുള്ള സമയം, അതൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഇനി വല്ല പോലീസ് കേസും പുക്കാരും ഒക്കെ ആണെങ്കിൽ എനിക്ക് അതിന് പുറകെ തൂങ്ങാനൊന്നും പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടാൻ നോക്കാൻ പറയണം. ശ്രീകാന്തും ദേവും എല്ലാവരും അപേക്ഷിച്ചു. പക്ഷെ അയാളതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. കറണ്ട് പോയതാട്ടോ. ഈ മഴ ഇടിയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് രേവതി പറഞ്ഞു, സാർ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ടുള്ളൂ. അദ്ദേഹത്തെ എങ്ങനെയാലും രക്ഷിക്കണം. അതേ ഒരു തെറ്റും ചെയ്തല്ല. ആരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ചതച്ചിരിക്കുന്ന. അതുകൊണ്ട് എങ്ങനെയാലും ആ CCTV ഒന്ന് പരിശോധിച്ച് തരണം സാർ. പ്ലീസ്, സാറിന്റെ കാല് വേണേ പിടിക്കാം. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമല്ല സാർ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ സഹായിക്കും സാർ. സാറിന് ഒരുപാട് പുണ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രേവതി അയാളുടെ കയ്യെ കാലേ വീഴുവാണ്. അവസാനം അയാൾ പറഞ്ഞു, ശരി ബാ നോക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ CCTV ചെക്ക് ചെയ്യുവാണ്. CCTV ചെക്ക് ചെയ്യുമ്പോൾ മഹേഷ് കാറും കൊണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നീട് നോക്കിക്കഴിയുമ്പോഴത്തേനും രണ്ടുപേര് കാറിലേക്ക് കൊണ്ടുവന്ന് ബോക്സ് ഒക്കെ വെക്കുന്നുണ്ട്. ഈ രംഗം ഒന്നുകൂടെ അവര് നോക്കണം. വീണ്ടും വീണ്ടും അതിനെ ചെക്ക് ചെയ്യണം. അപ്പൊ ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്നവരെ, ആ വീഡിയോയ്ക്കകത്ത് കാണുന്നവരെ വല്ല പരിചയം ഉണ്ടോന്ന് രേവതിയോടും അവരോടും ചോദിക്കുകയാണ്. ഇത് കണ്ടത് രേവതി പറഞ്ഞു, എനിക്കറിയാം, ഇത് ആ ഗജാനന്ദന്റെ കൂടെ നടക്കുന്നവരാ. ആ കല്യാണത്തിന്റെ അന്ന് എന്നെ വന്ന് കാറ് കയറ്റിക്കൊണ്ട് പോകാൻ നോക്കിയതാന്ന് പറയണം. ദേവും പറഞ്ഞ അന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നേരത്തെ യുവമാരുണ്ടായിരുന്നു. ഇത് ഗജാനന്ദന്റെ ആൾക്കാർ തന്നെയാന്ന് പറയണേ. പെട്ടെന്ന് ശ്രീകാന്തിന് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. അപ്പൊ ഗജാനന്ദന്റെ പണി തന്നെയാണിത്. അവനാണ് ഈ വിദ്യ ചെയ്തിരിക്കുന്നത്. തന്റെ ഏട്ടനെ മനഃപൂർവ്വം കൊടുക്കാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അവിടുന്ന് നന്ദിയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇനിയിപ്പൊ ഗജാനന്ദന്റെ അടുത്ത് എന്നിട്ട് അയാള് ഇനി എന്താ പറയണെന്ന് പറയാൻ പറ്റില്ല. എന്താണോ അതങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് രേവതിയോ ശ്രീകാന്തോ ദേവോ ആരും തയ്യാറില്ലായിരുന്നു. എന്ത് ചെയ്തിട്ടാളും ശരി സച്ചിനെ പുറത്തിറക്കിയേ പറ്റുള്ളൂ. അവന്റെ വേലയാണെങ്കിൽ അവനിട്ട് 8ന്റെ പണി കൊടുത്തിട്ട് തന്നെ ഇറക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവര് 3 പേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഗജാനന്ദന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതിനെ ഫോൺ ചെയ്യുന്നുണ്ട് ശ്രുതി ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ എന്തെടുക്കുക, സുഖമാണെന്ന് ചോദിക്കണം. അതമ്മളെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ എൻ്റെ വീട്ടില് കുറച്ച് കല്യാണങ്ങളൊക്കെ ക്ഷണിക്കാൻ വേണ്ടി വന്നാ. കല്യാണ പത്രിക കൊടുക്കണമായിരുന്നല്ലോ. എല്ലാത്തരത്തും പോയി വിളിച്ചിട്ടുണ്ട്. മോളെ കുറിച്ച് നല്ലത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മോളെ കാണാൻ തിടുക്ക എന്ന് പറയാ. ഈ സമയത്ത് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, അല്ല അടുത്ത ദിവസം മോള് ഫ്രീ ആണോന്ന് ചോദിക്കണം. അന്തമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല മോൾക്ക് വർക്ക് ഇച്ചിരി കുറവാണെങ്കിൽ നമുക്ക് കല്യാണത്തിലുള്ള സാരിയും ഡ്രസ്സും അത് കാര്യങ്ങളെല്ലാം എടുക്കണ്ടേന്ന് ചോദിക്കുക. അതൊക്കെ വേണോ അമ്മേ, അതൊക്കെ ഒത്തിരി പൈസയെല്ലാം ഉള്ള കാര്യമല്ലേന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ടോണ്ട് മീര അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. മീര അന്തം വിട്ടാണ് ശ്രുതിനെ നോക്കണത്. ഇവിടെ എന്തൊക്കെയാ പറയണമെന്നുള്ള രീതിയിൽ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? കല്യാണം നിനക്ക് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ അതിന് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൈസ ചെലവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. എനിക്ക് അമ്മേനെ പോലെ നല്ലൊരു അമ്മേനെ കിട്ടിയല്ലോ. അതന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് എനിക്ക്
പുതിയ ഡ്രസ്സോ അങ്ങനെ ഒന്നും വേണമെന്നോ ഒരാഗ്രഹം ഇല്ലാന്ന് പറയാം. സ്വർണത്തിനോടോ ഒന്നും ഒരു താല്പര്യമില്ല. വെറുതെ എന്തിനാ അത്രയും പൈസ വേസ്റ്റ് ആക്കണം? അതിന്റെ ആവശ്യമുണ്ടോ? അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ കല്യാണത്തിനെടുത്ത കല്യാണ സാരി ഇരിപ്പില്ലേ, ആ കല്യാണ സാരി മതി. എനിക്ക് ആ സാരി വെച്ച് സുധിയുടെ മുന്നിലേക്ക് എല്ലാനും ഇഷ്ടം. സുധി ആ സാരി വെച്ച് എന്നെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയണേ. ഇത് കേട്ടതും ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ശ്രുതി അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് പതപ്പിക്കുക. ഇത് കണ്ടത് മീര എന്റെ അമ്മയെന്നും പറഞ്ഞിട്ട് തല ഇറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് അവിടെ ഇരുന്ന്. ശ്രുതിയുടെ അഭിനയം കണ്ടിട്ട് പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഒരു നിമിഷം സ്റ്റക്കായിട്ട് ചന്ദ്രമതി നിൽക്കുകയാണ്. ഇത് രവീന്ദ്രൻ കണ്ടു. രവീന്ദ്രൻ നോക്കിയപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു. ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഫോൺ വിളിച്ചിട്ട് ഇവള് കരയുന്നോ? ഇങ്ങനെയൊന്നും പതിവില്ലാത്ത ആളല്ലോ, എന്ത് പറ്റിയെന്ന് രവീന്ദ്രൻ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തും ദേവും എല്ലാരും കൂടെ ഗജാനന്ദന്റെ വീട്ടിലേക്ക് വരുവാണ്. ഗജാനന്ദന്റെ വീട്ടിൽ വരുമ്പോ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ആ സമയത്താണ് ഒരു ചേച്ചി അവരോട് പറഞ്ഞേ. ചേച്ചിയോട് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണേ? ഓ പലിശയ്ക്ക് വല്ല പൈസ മേടിക്കാൻ വന്നാണോന്ന് ചോദിക്കേ. ആ പലിശയ്ക്ക് പൈസ മേടിക്കാൻ വന്നാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് വരണ്ടേ? അയാൾ ഇവിടെ ഇല്ല. ഇന്നലെ വൈകുന്നേരം അങ്ങാണ്ട് വീടും പൂട്ടി അങ്ങോട്ട് പോയേക്കുക. ഇനിയിപ്പോ വൈകുന്നേരമോ ചിലപ്പോൾ നാളേക്ക് ആരും വരുള്ളൂ. ഫോൺ വിളിച്ചിട്ട് വന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. അവർക്ക് മനസ്സിലായി ഗജാനന്ദൻ ഇവിടെ ഇല്ലാന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലാ. എങ്ങനെയും സച്ചിനെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇതായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വർഷ ഫോൺ ചെയ്യുന്നത് ശ്രീകാന്തിനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, അല്ല എവിടെയാന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അവിടെ ഇല്ല. ഓഹോ, എനിക്കാണെങ്കിൽ വിശന്നിട്ടാണ് ഇവിടെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാ. എന്തേലും ഒരു പുതിയ ഡിഷസ് എങ്ങനെ ഒന്നും ഉണ്ടാക്കി തരുമെന്ന് ഓർത്തിരുന്ന. സ്റ്റുഡിയോ ആണ്, നല്ല തിരക്കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണോ അവിടെ ഇല്ലായിരുന്നത്? കഷ്ടമായി പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക ഞാൻ. അതെ, ഞാനൊന്ന് ഫോൺ വെച്ചോട്ടെ, എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് പറ്റി? എന്താണല്ലോ എന്നോട് പറ. അത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളാ. പേഴ്സണലായിട്ട് കാര്യങ്ങളാണോ? എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നാ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ പാടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയണം. സച്ചിയുടെ കാര്യങ്ങളും സച്ചിനെ പോലീസ് കൊണ്ടുപോയതും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറയണം. അല്ല ഇപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം, അങ്ങോട്ട് വാ. അവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണോ തീരുമാനിക്കാം, അങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ വർഷ ഫോൺ വെച്ചു. പെട്ടെന്ന് ദേവ് ചോദിച്ചു, ആരാ വിളിച്ചേ? ആ ഫോൺ വിളിക്കുന്ന പെൺകുട്ടിയാണ്. അതെ, നമ്മളോടൊരു സ്ഥലം വരെ ചെല്ലാൻ പറഞ്ഞു, അഡ്രസ്സും പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയണം. അങ്ങനെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് 3 പേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു വലിയ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വർഷം നിപ്പുണ്ടായിരുന്നു. ഇവരെ കണ്ടത് ഓടി വന്നു. അല്ല ഇങ്ങോട്ട് എന്തിനാ വരാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വരാൻ പറയുമോ? ഇതേ അറിയാലോ സച്ചിയേട്ടൻ്റെ അവസ്ഥ. എത്രയും പെട്ടെന്ന് സച്ചിയേട്ടനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാ പക്ഷെ നീ വിളിക്കണത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, ആരെ പോയി കാണണമെന്ന് അറിയത്തില്ല. ഏതെങ്കിലും വലിയ പാർട്ടീസിനെ കൊണ്ടൊക്കെ വിളിപ്പിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഏട്ടനെ വിട്ടിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പരിചയത്തിലൊന്നും ആരും ഇല്ലാന്ന് പറയണം. വർഷ പറഞ്ഞ് പേടിക്കണ്ട, നമ്മൾ ഈ വന്നിരിക്കുന്ന ആരുടെ വീടിന് മുന്നിലാന്ന് അറിയാവുന്ന ചോദിക്കാം. അല്ലത് ആരുടെ വീടിന് മുന്നേ? ഇത് ACPയുടെ വീടാന്ന് പറഞ്ഞു. ACPയുടെ വീടോ? അതെ, എൻ്റെ കൂടെ അവരുടെ മാള് പഠിച്ചതാ. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് ഈ വീടുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ധൈര്യമായിട്ട് പോരാൻ പറയണം. അങ്ങനെ ഇവരെയും കൊണ്ട് നേരെ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറിയും സെക്യൂരിറ്റിക്കാരൻ വർഷൻ പേര് പറഞ്ഞപ്പോൾ തന്നെ ആ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറി പൊക്കോളം പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിടുവാണ്. രേവതിക്കും ശ്രീകാന്തിനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് അവർക്ക് വേലക്കാരി കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ACPയുടെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. ആ ഭാര്യനെ കണ്ടതും വർഷ പറഞ്ഞു, ഇവര് ബോംബെക്കാരിയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ സംസാരിച്ചാളോ എന്നൊക്കെ പറഞ്ഞ് വർഷ അവരോട് സംസാരിക്കുന്നുണ്ട്. വർഷയെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഹിന്ദിയിലാണ് എല്ലാം ചോദിക്കുന്നത് പറയുന്നതൊക്കെ. രേവതിക്കാണ് വല്ലാത്ത ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും സച്ചിനെ ഒന്ന് രക്ഷിച്ചാൽ മതിയാവുള്ളൂ. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പൊ വർഷ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം അല്ല ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ അതോ ഇനിയിപ്പോൾ വകള കള്ളത്തരമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി തന്റെ താലി എടുത്ത് പിടിച്ചിട്ട് തന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന പോലെ തന്നെ അതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം. അല്ല ACP സാറിലെന്ന് ചോദിക്കുമ്പോൾ സാർ ഇവിടെ ഇല്ല, ഒരു മീറ്റിങ്ങിന് ഡൽഹിക്ക് പോയേക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാറും ഇവിടെ ഇല്ല, രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരത്ത് കഴിഞ്ഞ് പേടിക്കണ്ട, ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ വർഷ ഒരു ദൈവദൂതയെ പോലെ വന്ന് അവരെ രക്ഷിക്കുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ഇതിനേക്കാളും വലിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. സച്ചിനെ മാത്രമേ വിടുന്നുള്ളൂ,
കാറ് കൊടുത്തു വിടുന്നില്ല. പിന്നെ കാറ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവര് അടുത്ത തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷം കൂടി നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് വരും. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കിരണിന്റെയും കല്യാണിന്റെ ഒക്കെ വിശേഷ സമയം മാറ്റിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഒത്തിരി രാത്രിയായിട്ടാ വരുന്നത്. അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ കയറി കാണണം. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണം നിർത്തുന്നു. നന്ദി.